ഈശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 6. ക്രിസ്തു നേരിട്ട് ഏൽപ്പിച്ചതാണ് ലിറ്റർജി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ കർത്താവ് നേരിട്ടാണ് ഈ ലിറ്റർജി സഭ ഏൽപ്പിച്ചത് എന്ന കാര്യം കാണുകയായിരുന്നു. ഇതേക്കുറിച്ച് ഞാൻ കുറേ വിശദമായിട്ട് കുറച്ചുകൂടി വിശാലമായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. മൈക്കൽ കാര്യമറ്റം എന്ന് പറയുന്ന മൽപ്പാനച്ചൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഞാനത് ഒന്ന് അപ്ലോഡ് ചെയ്യാണ്. കാരണം അത് കുറച്ചുകൂടി ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സും അതിന് മുമ്പത്തെ ക്ലാസ് ആ ക്ലാസ്സിനോട് ചേർന്ന് പോകുന്ന സംഗതിയാണ്. അപ്പം അതും കൂടി അപ്പം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എങ്കിലും ഇത് പഠിക്കുന്നവർക്ക് വേണ്ടി, ലിറ്ററേച്ചർ എന്തെന്ന് പഠിക്കുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി ആ വീഡിയോ ആണ് ഞാൻ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ കർത്താവ് ഇല്ലേ, അതിനകത്ത് ആമുഖത്തിൽ കാര്യമറ്റച്ചൻ ഉന്നയിച്ച ചില ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ പിന്നെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഈ ലിറ്റർജി കർത്താവിൽ നേരിട്ട് വരുന്നു എന്ന സംഗതിയാണ്. അതിനാൽ ആ വീഡിയോ ഈ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലെ വീഡിയോസിന്, ലിറ്റർജിയെക്കുറിച്ചുള്ള വീഡിയോസിൻ്റെ പൂരകമായി ഉള്ളതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാണ്. അത് കണ്ടിട്ടുള്ളവർ ഒന്നുകൂടി കണ്ട് നോട്ട് എടുക്കണമെന്ന് പറയുന്നു. അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാത്തൊരു കാര്യം ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉത്ഥിതനായ കർത്താവ് ആദ്യം ചെയ്ത കാര്യം ലിറ്റർജി അർപ്പിക്കുകയാണ്. ഉത്ഥിതനായ കർത്താവ് ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉത്ഥിതനായ കർത്താവ് ആദ്യം ചെയ്തത് ലിറ്റർജി അർപ്പിക്കലാണ്. ഉത്ഥാനം ചെയ്ത അന്ന്, കർത്താവ് മരിച്ചവർ ഉത്ഥാനം ചെയ്ത അന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ വചനം വ്യാഖ്യാനിച്ച് അവരെത്തേണ്ട വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ലിറ്റർജി അർപ്പിച്ചു, കുർബാന അർപ്പിച്ചു. അന്ന് അതിന് അപ്പം മുറിക്കലെന്നും കർത്താവിൻ്റെ അത്താഴം എന്നൊക്കെ വിളിച്ചിരുന്ന ആ സംഗതി ഉത്ഥിതനായ കർത്താവ് ചെയ്തു. ഉത്ഥിതനായ കർത്താവ് ചെയ്ത ആദ്യത്തെ സംഗതി ലിറ്റർജിയാണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാത്തതിന് കാരണം ഇത് ലിറ്റർജിയെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണല്ലോ. അപ്പം അതിനോട് ചേർന്ന് പോകുന്ന സംഗതി അന്ന് കൊടുത്തത് മൽപ്പാനച്ചുള്ള മറുപടി ആയിട്ടാണ്. ഇപ്പോൾ അത് കൊടുക്കുന്നത് ഈ ലിറ്റർജി പരമ്പരയിലെ ഈ ലിറ്റർജി കർത്താവിൽ നേരിട്ട് വരുന്നു എന്ന കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അതിനാൽ അതുകൂടി ഇന്നത്തെ വീഡിയോയിൽ അതുകൂടി ഒന്ന് കാണണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.